ഹലോ ഗൈസ്, നമുക്കിന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ. പരിപാടി എടുക്കണം നമ്മുടെ വീട്ടിലല്ല, മൂത്തുവിന്റെ വീട്ടിലാണ്. അതുകൊണ്ട് സ്ഥലം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. മൂത്തു എന്ന് പറയുമ്പോൾ എന്റെ ഉമ്മച്ചിയുടെ ഇത്തയാണ് കേട്ടോ. കാര്യം എന്താണെന്നൊക്കെ വഴിയെ പറയാം. ഞാനും ഉമ്മച്ചി എത്തിയപ്പോ തന്നെ ഇത്താത്ത അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഞങ്ങൾ രണ്ടു കൂട്ടരും കൂടെ ഒരുമിച്ചാണ് എത്തിയത്. ചെന്നപ്പോ തന്നെ വെള്ളമൊക്കെ കുടിച്ചിരുന്നു. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ചക്ക കൊണ്ടുവന്നത്. ഒരു പീസ് ചക്കയും കൊടുത്തു. അങ്ങനെ അതും തന്നിരുന്നപ്പോഴാണ് കുറച്ച് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയത്. ഈ രണ്ടെണ്ണത്തിനെയും കൂട്ടി നിർത്തി ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞ പാടാണ്ട് നിങ്ങൾ ഈ കാണുന്നത്. എത്ര പാട് വെച്ചിട്ടുണ്ടെങ്കിലും ഈ രണ്ടെണ്ണം ഫോട്ടോ എടുക്കാൻ നിൽക്കൂല. എന്താണെന്ന് അറിയാൻ പാടില്ല. ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് നമ്മളെ മെയിൻ സാധനം വന്നത്. ഏത്? ഫുഡ്. അത് നോക്കി നിൽക്കുമ്പോഴാണ് കോഴി ഒറ്റക്കാലിൽ നിൽക്കണമെന്ന് പറഞ്ഞ് ഉമ്മച്ചി വിളിക്കണത്. അങ്ങനെ അത് കാണാൻ പോയി. കോഴിക്ക് കാലഴച്ചെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ചെന്നപ്പോഴേക്കും കോഴി രണ്ട് കാലിലാണ് നിന്നത്. അങ്ങനെ അത് കാണാൻ പറ്റാത്ത സങ്കടത്തിൽ മൂത്തുന്റെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കിന്ന് പോകും. അതൊക്കെ കണ്ടു വന്നപ്പോഴത്തേനും ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട് അങ്ങോട്ട് ഫുള്ളായി. എല്ലാരും എത്തി. ഇവിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തറവാടും മാമന്മാരുടെ വീടും മൂത്തുവിന്റെ വീട് എല്ലാവരുടെ വീടും എടുത്തെടുത്ത കുറച്ച് ദൂരമുള്ളത് എന്റെ വീട് മാത്രം. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് എന്റെ ഉമ്മച്ചും ബിസ്ക്കറ്റ് വിതരണം ചെയ്യുന്നത്. ആദ്യം കൈ നീട്ടിയപ്പോ ഒരെണ്ണം തന്നുള്ളൂ. പിന്നെ കൈ നീട്ടിയപ്പോ കുറച്ചധികം തന്നെ. അങ്ങനെ പിന്നെ ആർക്കൊരു ശല്യമില്ലാണ്ട് ഒരു മൂലൊക്കെ പോയിരുന്നത്. ഇനി പരിപാടി എന്താണെന്ന് പറയാം. പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഇക്കാക്ക എന്ന് പറയുമ്പോൾ എന്റെ മൂത്തുവിന്റെ മോൻ ഗൾഫിന് പോവാണ്. അപ്പൊ ആളെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാരും കൂടെ വന്നേക്കണത്. ആള് പ്രവാസിയാവാൻ പോവാണ് ഗൈസ്. പ്രവാസി. ഈ കാക്കയുടെ റൂം ഒന്ന് ചെറുതായിട്ട് കയറി നോക്കി നമുക്ക് പറ്റിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലോ. പക്ഷെ തപ്പിപ്പറക്കിയപ്പോ ഒന്നും കിട്ടിയില്ല. അങ്ങനെ പിന്നെ അത് അവിടെ ഇട്ട് പോയി. ഇതിലൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാക്ക പോയിട്ട് ഒരാഴ്ചയായി ഗൈസ്. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇക്കാക്ക പോയ വീഡിയോ ഞാൻ ഇടുന്നത്. ഇവിടെ തറവാട്ടിൽ കൂടുതലും പിള്ളേരുകളാണ്. പിള്ളേരുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ചെറുതുങ്ങളാണ്. ഇതാണ് നമ്മൾ പറഞ്ഞയക്കാൻ വന്ന പ്രവാസിയാകാൻ പോണ ആള്. ഇതാണ് ഇക്കാക്ക. ഇക്കാക്ക എന്നുണ്ടെങ്കിൽ പോവാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കലും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടൊക്കെ തിരക്കില്ല. നമ്മ അതൊക്കെ കുറച്ചു നേരം നോക്കിയിരുന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് നല്ല നെയ്ച്ചോറും നല്ല ഇറച്ചിക്കറി ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേനും ഇക്കാക്കയുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കൂട്ടിയിട്ടാണ് പെട്ടി റെഡി ആക്കണത്. അങ്ങനെ പിന്നെ കുറച്ചു നേരം അതൊക്കെ അവിടെ നോക്കി. എന്തായാലും ഇക്കാക്ക പോവല്ലേന്ന് വെച്ച് ഇക്കാക്കാനെ കൂട്ടിയും ഇക്കാക്കാനെ കൂട്ടാണ്ടും ഒക്കെ നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ കുറെ നാൾക്ക് ശേഷമാണ് നമ്മ ഇങ്ങനെ കൂടുന്നത്. അതുകൊണ്ട് ഒരു ഫാമിലി ഫോട്ടോ അങ്ങോട്ട് എടുത്ത് വെച്ച് ഇനി ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ പിന്നെ പെട്ടി സെറ്റാക്കലും യാത്ര പറിച്ചിലും ദ്വാരക്കലും ഒക്കെ കഴിഞ്ഞ് ഇക്കാക്ക ഇറങ്ങി ഗൈസ്. അങ്ങനെ ഇക്കാക്ക പ്രവാസിയാവാൻ പോവാണ്. ഇക്കാക്ക പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോ നമ്മ എല്ലാരും കൂടെ മാങ്ങ ഉപ്പുമുളക് കൂടിയിട്ട് തിന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ മാങ്ങ തിന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ അനിയനും കൂടെ മാങ്ങ തിന്നു. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ മാങ്ങ തിന്നു. അങ്ങനെ അതും തിന്നു കഴിഞ്ഞ് എല്ലാരോടും ടാറ്റയും പറഞ്ഞ് വീട്ടിൽ പോയി. അപ്പൊ എത്രയുള്ളൂ. അപ്പൊ ബൈ.